ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ജോർജിയയിൽ വരാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വിസ എടുത്ത് ജോർജിയയിൽ പണി ചെയ്യാൻ വരാൻ പറ്റുമോ ഇല്ലയോ? ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും നേരെ ഓരോന്നായിട്ട് ഞാൻ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ജോർജിയയിൽ വരാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ വന്നു കഴിഞ്ഞ് ഈ വിസ എടുത്ത് ജോലി ചെയ്യാൻ ഇവിടെ ജോർജിയയിൽ വരാൻ പറ്റുമോ ഇല്ലേ? ഞാനിത് കുറേ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതും കൂടെ എനിക്കത് ചെയ്യണമെന്നുണ്ട്. കാരണം പലരും പല രീതിയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും കൂടെ ചെയ്യാം. ഏത് വിസ എടുത്താലും നിങ്ങൾക്ക് പാടാണ് ജോലി കിട്ടാൻ. വർക്ക് വിസ എടുത്ത് വന്നാൽ നിങ്ങൾ ഫുള്ളി സേഫാണ്. അപ്പം ഇത് ഞാൻ കുറേ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിലെല്ലാം കയറി നോക്കാം. ഞാൻ ഇതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ ഒന്ന് കാണാൻ. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഞാൻ ഇതിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ എല്ലാം കാണാൻ നോക്കുക, പഴയത്. എന്നിട്ട് ഇതും കണ്ട് ഫുള്ള് കാണുക. എന്നാലും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും മനസ്സിലാവും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഇവിടെ എല്ലാവരും ഡൗട്ട്, ജോലി ചെയ്യാൻ പറ്റുമോ, വർക്ക് പെർമിറ്റ് വേണോ, സാലറി എത്ര കിട്ടും, കാര്യങ്ങൾ ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഈ വിസ എടുത്ത്. അപ്പം നമുക്ക് നേരെ ഓരോ പോയിന്റുകളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ഈ വീഡിയോ. അപ്പം നമുക്ക് പോവാം. ഈ വിസ എന്താണ്? ഈ വിസ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വർക്ക് വിസയോ കാര്യങ്ങളോ ഒന്നുമേ അല്ല. ഈ വിസ എന്ന് പറയുന്നത് ഓൺലൈനായി അപ്ലൈ ചെയ്ത് ലഭിക്കുന്ന ഒരു വിസയാണ്. എളുപ്പത്തിൽ നിങ്ങൾക്കിപ്പോൾ എംബസിയിലോ കാര്യങ്ങളിലോ ഒന്നിനും പോവാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്ത് നിങ്ങൾക്ക് വിസ ലഭിക്കുന്ന ഒരു ഇതാണ് ഈ വിസ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും അത് നിങ്ങൾ വേറെ ഒരു വിസയായിട്ട് അത് കമ്പയർ ചെയ്യില്ല. പിന്നെ പലരും ജോർജിയയിൽ ടൂറിസം, വിസിറ്റിംഗ്, ഷോർട്ട് ടേം സ്റ്റേ എന്നിവയ്ക്കാണ് ഈ വിസ ഉപയോഗിക്കുന്നത്. അത് ഏത് രാജ്യത്താണെങ്കിലും ഈ വിസ അതിനാണ് കൊടുക്കുന്നത്. അല്ലാതെ വേറെ കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളിലൊന്നും അത് പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തതെന്ന് പറയേണ്ടത് നിങ്ങൾ മനസ്സിലാക്കാൻ, ഈ വിസ എടുത്ത് ജോർജിയയിൽ വരാൻ പറ്റുമോ? ഈ വിസ എടുത്ത് ജോർജിയയിൽ വരാൻ പറ്റും. ഇപ്പോൾ ഈ വിസയും ഇന്ത്യൻസിലായാലും ആർക്കായാലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വിസ ഉപയോഗിച്ച് ജോർജിയയിൽ നിയമപരമായി തന്നെ പ്രവേശിക്കാം. ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാര്യങ്ങളോ ഒന്നും കാണില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഈ visa.ge അല്ലെങ്കിൽ അടിക്കണം. അതിൽ തന്നെ വരും. നിങ്ങൾ ഇതെല്ലാം അടിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് അതെല്ലാം സെറ്റാക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജോർജിയയിൽ വരുന്നത് ഒരു കാര്യം, ജോലി ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. മനസ്സിലായി? നിങ്ങൾ അത് ചിന്തിക്കുന്നില്ല. ഇവിടെ വരുന്നത് നിങ്ങൾ വേറൊരു കാര്യത്തിലായിരിക്കും ഈ വിസ എടുത്താണെങ്കിൽ. അല്ലാതെ ജോലി ചെയ്യുന്ന പർപ്പസ് അത് വേറെ വിസ എടുത്ത് നിങ്ങൾ അത് സെറ്റാക്കി വരണം. വർക്ക് വിസ എന്ന് പറഞ്ഞ സാധനം അതിനാണ് വെച്ചിരിക്കുന്നത്. അതും C3 വിസ ആണെങ്കിലും എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ലേബർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് അതെടുത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളിവിടെ സേഫാണ്. നിങ്ങളെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടാനോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ പോകുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ എടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. നിങ്ങളെ തന്നെ റിസ്ക്കാണ്. പിന്നെ എല്ലാവരും ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വിസ എന്ന് പറയുന്നത് വർക്ക് വിസയാണോ? ഇതെന്ന് പറയുന്ന വർക്ക് വിസയാണോ? ഒരിക്കലും അല്ല. ഇതാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ വിസ എടുത്താൽ ജോർജിയയിൽ പ്രവേശിക്കാൻ സാധിക്കും, ഇവിടെ വരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷേ അത് നേരിട്ട് വർക്ക് വിസ അല്ല. മനസ്സിലായി? ഇവിടെ വന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും പറ്റിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറയുന്നത്, വർക്ക് വിസ എടുത്ത് വരിക. അപ്പോൾ ഇതും കൂടെ എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഈ വിസ എന്ന് പറയുന്ന സാധനം ഇതൊന്നും ആയിട്ട് ബന്ധമേ ഇല്ല. ഈ വിസ, ടൂറിസ്റ്റ് വിസ അതൊന്നും എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ വരാൻ പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ വിസയിൽ വന്നാൽ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. അത് ഒബ്വിയസ്ലി പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോബൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിച്ച് വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയി വർക്ക് വിസയൊക്കെ എടുത്ത് സെറ്റാക്കി നിങ്ങളിവിടെ വന്ന് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യലി നിങ്ങളിവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പോയി നിങ്ങൾക്ക് സംസാരിച്ച് സെറ്റാക്കാം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജോർജിയയിൽ എത്തിയ ശേഷം കമ്പനീസ് കോൺടാക്റ്റ് ചെയ്യാം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് CV നൽകി വെക്കാം. പിന്നെ എംപ്ലോയീസിനെ മീറ്റ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വർക്ക് അത് എടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ടാസ്ക്കാണ്. നിങ്ങൾ വർക്ക് വിസ തന്നെ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ ജോബ് കിട്ടിയാൽ എന്ത് സംഭവിക്കും?
ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചാൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ, വർക്ക് ഓതറൈസേഷൻ, റെസിഡൻസ് റിലേറ്റഡ് പ്രൊസീജിയർ ഇവയൊക്കെ വരാം. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കണമെങ്കിൽ നിങ്ങൾ ഈ വിസ എടുത്ത് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വർക്ക് വിസ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ചെയ്തിട്ട് ഇവിടെ വരാൻ നോക്കുക. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജോബ് അത് ഞാൻ പഴയ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് കാണുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ജോബ്, അത് വെയിറ്റർ, കിച്ചൺ അസിസ്റ്റൻറ്റ്, ക്യാഷ്യറായിട്ടും, പിന്നെ കഫേ ജോബ്, ഹെൽപ്പർ, ഹോട്ടൽ ജോബ്, റിസപ്ഷൻ, ഹൗസ് കീപ്പിംഗ്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഡെലിവറി ജോബ്, ഫുഡ് ഡെലിവറി കൊടുക്കാം, പാക്കേജ് ഡെലിവറി ചെയ്യാം, പിന്നെ IT പോലെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹയർ ചെയ്യാം. അതെല്ലാം ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് അറിയേണ്ടതുണ്ടോ? അഫ്കോഴ്സ് ഇവിടെ ഇംഗ്ലീഷ് നിങ്ങൾ അറിയണം. പക്ഷേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് ജോർജിയൻസേ അറിയാവൂ. അപ്പോൾ ജോർജിയനും എന്തെങ്കിലും നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചാൽ അത് നല്ലത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് വാക്കുകൾ മെയിൻ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നാലേ ഞാൻ ഇടുന്നതെല്ലാം അറിയാൻ പറ്റും. പിന്നെ കസ്റ്റമർ ഡീലിംഗ് ജോബ്സിൽ, ഇൻ്റർവ്യൂവിലും ഇതെല്ലാം വലിയ അഡ്വാൻറ്റേജ് ആണ് ഇംഗ്ലീഷ് അറിഞ്ഞാൽ. പിന്നെ സാലറി റിയാലിറ്റി നോക്കാം. ഇതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലായേ? എല്ലാവർക്കും അറിയേണ്ട സാലറിയാണ്. നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാദ്യം വന്നിട്ട് നിങ്ങൾ എടുക്കല്ലോ ഒരു കാരണവശാൽ. സാലറി ഓരോ സ്കില്ലനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സാലറി വീഡിയോസ് മാത്രം കണ്ടിട്ട് ഡിസിഷൻ എടുക്കരുത്, മനസ്സിലായി? അവരെല്ലാം പലത് കൂട്ടിപ്പറയും, കാര്യങ്ങൾ ചെയ്യും. അത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസിഷൻ എടുത്ത് ഇവിടെ വരാൻ വേണ്ടി ചാടി നിൽക്കല്. ഈ വിസ എടുത്ത് എന്തായാലും വരാൻ പറ്റൂല. അപ്പോൾ വർക്ക് വിസ എടുത്ത് അത് മുന്നോട്ട് വരുവാൻ വേണ്ടി നോക്കുക, ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജോർജിയയിൽ എത്തിയ ഉടനെ ജോബ് കിട്ടുമോ? അത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എത്തിയ ഉടനെ ജോബ് കിട്ടില്ല. അപ്പോൾ ഇന്ന് വർക്ക് വിസ എടുത്താണെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇവിടെയൊക്കെ വന്നിട്ട് പാടാണ്. കുറച്ച് ആഴ്ച പിടിക്കും, കുറച്ച് മാസങ്ങൾ പിടിക്കും, ചിലപ്പം 5-6 മാസങ്ങളും പിടിക്കും. അത്രയും പെട്ടെന്നൊന്നും കിട്ടാൻ പാടാണ്. അതുകൊണ്ട് സേവിങ്സ് ഇല്ലാതെ ഇവിടെ ആരും വരികയും ചെയ്യില്ല. അതാണ് പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഈ വിസ എന്ന് പറയുന്നത് വർക്ക് വിസ എന്ന് ആരും കരുതരുത്. ഞാൻ മിസ്റ്റേക്കുകൾ പറഞ്ഞു തരിക നിങ്ങൾക്ക്. പിന്നെ ജോബ് ഉറപ്പാണെന്ന് കരുതുക, എന്നിട്ടേ വരാവൂ. പിന്നെ സേവിങ്സ് ഇല്ലാതെ വരരുത്. ഫേക്ക് ഏജൻസിനെ വിശ്വസിക്കില്ല. പലരും പറയും ഈ വിസ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ജോബ് തരാം. അതിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ കുറേ സെർച്ച് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളെ മെൻ്റലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അങ്ങനെയൊക്കെ തരാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ഉണ്ട് അതെല്ലാം അടിച്ചു നോക്കുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാതിരിക്കുക, മനസ്സിലായി? ഇതെല്ലാം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇതായിരിക്കും. പിന്നെ ഇവിടെ ആരൊക്കെയാണ് വരേണ്ടത്? ജോർജിയയിലേക്ക് ജോബ് തേടി വരാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് നല്ല രീതിയിൽ അറിയാമെന്ന് നിങ്ങൾക്ക് വരാം. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരാം. പിന്നെ CV നല്ല രീതിയിലൊന്ന് തയ്യാറാക്കി കൊണ്ടുവന്നാൽ അത്ര എളുപ്പമായിരിക്കും. പിന്നെ ബാക്കപ്പിൽ മണി കരുതുക. പിന്നെ ഒഫീഷ്യൽ സൈറ്റിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ഇമിഗ്രേഷൻ റൂളായാലും ഇവിടുത്തെ എന്തെങ്കിലും വർക്ക് റൂളായാലും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളത് അടിച്ചു നോക്കുക. വർക്ക് റൂള് ഇൻ ജോർജിയ എന്തെങ്കിലുമൊക്കെ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്കിപ്പോൾ നെറ്റിൽ കിട്ടാതായിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ റൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക വരണതിന് മുന്നേ ആയാലും. പിന്നെ എനിക്ക് പറയാനുള്ള അവസാനമായിട്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുക, ഇവിടെ ജോർജിയയിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ കരുതുന്ന പോലെ ഈസി മണി അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്ന കൺട്രി ഒന്നുമല്ല. ഹാർഡ് വർക്ക്, പേഷ്യൻസ് കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. പിന്നെ ഈ വിസ എടുത്ത് ജോർജിയയിൽ വരാം. ഇതാണ് എൻ്റെ മെയിൻ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി. ഈ വിസ എടുത്ത് ജോർജിയയിൽ വരാം. ജോബ് സെർച്ച് ചെയ്യാനും ഇവിടെ സാധിക്കും. പക്ഷെ വർക്ക് ചെയ്യാൻ പാടാണ്. ജോലി തുടങ്ങാനൊന്നും ഇവിടെ പറ്റില്ല ഈ വിസ കൊണ്ട്. ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോന്നും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ വിസ ഈക്വൽ ടു ഒരു വർക്ക് വിസ ആണെന്ന് ആരും കരുതരുത്. വർക്ക് വിസ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ പല ഏജൻറ്റുകളും പറ്റിക്കും. ഇതിലൊന്നും പോയി നിങ്ങൾ പെടരുത്. അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളതാണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറഞ്ഞ് മടുത്ത്. അവിടെ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കല്. പിന്നെയും നിങ്ങൾക്ക് ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ റിസർച്ചൊക്കെ ഇതൊക്കെ തപ്പി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കൂടെ അറിയിക്കാം. അതിന് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് റിപ്ലൈ തരും. ഞാൻ ആർക്കും ഇതുവരെ റിപ്ലൈ കൊടുക്കാതെന്ന് ഇരുന്നിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ വന്ന് എൻ്റെ അടുത്ത് ബന്ധപ്പെടണമെന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ നമ്പർ തരാം. നമുക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങളെ തന്നെ പിന്നെ കുടുങ്ങിപ്പോവും. പിന്നെ ഇവിടെ ഡീപ്പോർട്ടാക്കും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ കയറാനും പറ്റില്ല. അങ്ങനെ എല്ലാം ഇതുണ്ട്. അതുകൊണ്ട് വർക്ക് വിസ മാക്സിമം എടുത്ത് വരാൻ നോക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാം ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിരിക്കും.
കാരണം അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഒരു ഗുണമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.